പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ 4 പാർട്ടുകൾ. അപ്പോൾ അത് കാണാത്തവർ ആദ്യം പോയി ആ വീഡിയോ ഒന്ന് കാണണം, എന്നിട്ട് അതിനുശേഷം ഈ പാർട്ട് വീഡിയോ കാണണം. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നമ്മളൊരു 2-3 പ്രോബ്ലംസ് ഒക്കെ നേരത്തെ പാർട്ട് 3 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ന്യൂ ടോപ്പിക്കാണ്. ഓക്കെ, ആക്സിലറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഇമാജിൻ യു ആർ സിറ്റിംഗ് ഇൻ എ ബസ്. വെൻ ദ ബസ് സ്റ്റാർട്ട്സ് ആൻഡ് മൂവ്സ് ഫോർവേഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഡസൻറ്റ് ദ വെലോസിറ്റി ചേഞ്ച്? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബസ്സിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ആ ബസ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആകുമോ എന്നാണ് ചോദ്യം. ആകും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താണ്, 0 ആണ് അല്ലേ. പിന്നെ അത് എടുത്ത് മൂവ് ചെയ്ത ശേഷം അത് ബിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 4 ആണ് അല്ലേ. സോ അത് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി അല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പം ഇവിടെ എന്താ വരിക, അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ഈ ഫിഗർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, when the bus travels from A to B, the velocity at A, എന്ന് ബിയിലോട്ടാണ് നമ്മുടെ ബസ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എയുടെ വെലോസിറ്റി 0 ആണ് അല്ലേ. എയുടെ വെലോസിറ്റി 0 ആണ്. പക്ഷെ എന്ന് ബിയിലോട്ട് എത്തുമ്പോൾ ബിയിലത്തെ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, 4 എന്ന് പറയും അല്ലേ. ഇവിടുത്തെ ഈ 0 എന്ന് പറയുന്നത്, അതായത് എയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയും. ഫൈനലായിട്ട് നമ്മൾ റീച്ച് ചെയ്തപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ബിയുടെ വെലോസിറ്റി എത്ര, 4 മീറ്റർ പെർ സെക്കൻഡ്. ഇതെന്താണ്, നമ്മുടെ ഫൈനൽ വെലോസിറ്റി. സോ ആ ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുണ്ടായിരുന്ന എന്തായിരുന്നു, 0 വരെ, കാരണം നിർത്തിയിട്ട ബസ്സായിരുന്നു അല്ലേ. അപ്പോൾ അത് 0 ആണ്. അത് മൂവ് ചെയ്ത ശേഷം ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അതിന് 4 വന്നു. അതാണ് ഫൈനൽ വെലോസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ബസ് ബി ടു സി മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള വെലോസിറ്റി എത്രയാണ്? നമുക്ക് ഓൾറെഡി അറിയാം, 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിയിൽ എത്തുമ്പോൾ എത്രയായിരിക്കും? അത് നമുക്കിവിടെ ടേബിളിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബി ടു സി പോകുമ്പോൾ ഇനീഷ്യൽ എവിടെയാണ്, ബിയിലല്ലേ, അത് എത്രയാണ്, 4. അപ്പോൾ സിയിൽ എത്തുമ്പോൾ എത്ര വെലോസിറ്റി നോക്കി, 8 ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 8 ആണ്. അപ്പോൾ ഇവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഈ തേർഡ് കോളം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. നമ്മൾ ഫൈനൽ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വി വെച്ചിട്ടും ഇനീഷ്യൽ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് യു വെച്ചിട്ടുമാണ്. അപ്പോൾ വി മൈനസ് യു ആണ് നമ്മൾ തേർഡ് കോളത്തിൽ കണ്ടുപിടിക്കുന്നത്. അതായത് 8 മൈനസ് 4 ദാറ്റ് ഈസ് 4. ഓക്കെ, അതിനുശേഷം ടൈം ടേക്കൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്ര ടൈമായി, ബിയിൽ നിന്ന് സിയിലോട്ടല്ല നമ്മൾ നോക്കുന്നത്, 2 സെക്കൻഡ് ആയി അല്ലേ. 2 വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അതായത് വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി 4 വന്നു, ടൈം 2 എന്ന് വന്നു അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ എത്രയാണ്, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് 2 വെലോസിറ്റി ഉണ്ട്, ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റിയും ഒന്ന് ഫൈനൽ വെലോസിറ്റിയും അല്ലേ. അപ്പോൾ അടുത്തതൊന്ന് എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ ശരിയാണോ, കറക്റ്റാണോ നോക്കിയാൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ സി ടു ഡി എത്രയാണ്, ഇനീഷ്യൽ വെലോസിറ്റി 8 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 12 ആണ്, ഫൈനൽ വെലോസിറ്റി 12 ആണ്. അവർ തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 4 ആണ്, ടൈം 2 ആണ്. സോ സെയിം 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് എന്തൊക്കെ പഠിച്ചു, 2 വെലോസിറ്റിന്ന് പഠിച്ചു, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. അവർ തമ്മിലുള്ള ചേഞ്ച് ആണ് നമ്മൾ തേർഡ് കോളത്തിൽ കണ്ടുപിടിച്ചത്. പിന്നെ ടൈം ടേക്കൺ, പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് നമ്മൾ ഫോർത്ത് കോളത്തിൽ കണ്ടുപിടിച്ചത്.
ഈ ഫൈനൽ വെലോസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് v വെച്ചിട്ടും ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ u വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യും. Okay. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എൻ ഓബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം ഓർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആക്സിലറേഷൻ. അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന വെലോസിറ്റിയിലുള്ള ചേഞ്ച്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഒരു ബസ് അല്ലെ, ആ ബസ് ഒരു ടൈമിൽ, അതായത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇല്ലേ? ആ സീറോയില് ഇവിടെ എടുത്തതിന് നമ്മുടെ ഈ സീറോന്ന് ഫോറിലോട്ട് എത്തുന്ന ആ ഒരു പൊസിഷനിൽ വരുന്ന ആ ഒരു ചേഞ്ച്, സീറോന്ന് ഫോറിലോട്ട് എത്തുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു വെലോസിറ്റി ചേഞ്ചിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ആക്സിലറേഷൻ എന്ന് പറയാം. ഓക്കെ, ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ആക്സിലറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എ വെച്ചിട്ടാണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം, ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാം നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തും വെക്റ്റർ ക്വാണ്ടിറ്റി ആയത്. ആക്സിലറേഷൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി നമ്മൾ അതിന് ആക്സിലറേഷൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെലോസിറ്റിയിലുള്ള ചേഞ്ചിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് തന്നെയായിരിക്കും അല്ലേ? ടൈമിൻ്റെയോ? എസ്. ഇവിടെ എന്താ വെച്ചാൽ രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് മൈനസ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ വരുന്നത്? ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ എം നമുക്ക് സെയിം ആയിട്ട് കിട്ടും. എം നമുക്ക് ഒന്നേ കിട്ടുള്ളൂ, ഡിവൈഡഡ് ബൈ ഈ സെക്കൻഡും ഇവിടുത്തെ 2 സെക്കൻഡ് ഉണ്ടല്ലോ. ഓക്കെ, അതും കൂടെ കൂടുമ്പോൾ എസ്, ദാറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ടീച്ചർ ചെയ്യുന്ന ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. A car is moving along a straight road with a velocity of 10 meter per second. It is given an acceleration of 5 meter per second square. Calculate the velocity of the car after 2 seconds. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു സ്ട്രേറ്റ് റോഡിലൂടെ. അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ആക്സിലറേഷൻ തരുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ 2 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? വിത്ത് എ വെലോസിറ്റി, കാർ ഇസ് മൂവിങ് അലോങ് ദി സ്ട്രേറ്റ് ലൈൻ വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ. അതായത് ഇത് ഒരു സ്ഥലത്ത് എത്തിയ ശേഷമുള്ള അല്ലെങ്കിൽ ഫൈനൽ പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ള വെലോസിറ്റി അല്ല പറയുന്നത് അല്ലെ. സോ ഇതെന്താണ്? ഒരു ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അതായത് നമ്മുടെ യു ആണ്. ഓക്കെ, പിന്നെ തന്നിട്ടുണ്ട് ആക്സിലറേഷൻ 5 ആണെന്ന്, പിന്നെ ടൈം അവർ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 2 സെക്കൻഡ്. അപ്പൊ നമുക്ക് അവരുമായിട്ട്, ഇത് മൂന്നുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഫോർമുല നമുക്ക് അറിയുന്നത് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി അല്ലെ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എ നമുക്ക് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഉണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി, ഇതാണ് നമ്മുടെ ഫോർമുല. നമുക്ക് എന്താ വേണ്ടി കണ്ടുപിടിക്കേണ്ടത്? വി കണ്ടുപിടിക്കുന്നില്ല. അപ്പൊ നമ്മൾ വി മൈനസ് യു എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നമ്മുടെ എ ഇൻറ്റു ടി ആയിട്ട് മാറും അല്ലേ. ഇനി ഈ മൈനസ് യു എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ, അപ്പൊ ഇതൊരു ഫോർമുലയാണ്, നമ്മൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ നമുക്ക് വെലോസിറ്റി കാണാനുള്ള ഫോർമുല കിട്ടി അല്ലേ. അപ്പൊ വെലോസിറ്റി ഇസ് ഈക്വൽ ടു
ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻ ടൈം. അപ്പോൾ ഇതിൽ നമ്മുടെ വാല്യൂസ് ആയ 10ഉം 5ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചത്? v is equal to u plus 8. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ട് ഫൈനൽ വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേണം കാണാൻ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കുക. എന്തെങ്കിലും വീഡിയോസ് സ്പെഷ്യലി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച്.